നമസ്കാരം. ഷാഫി പറമ്പിലിനെ പരസ്യമായിട്ട് വ്ളോഗറായിട്ടുള്ള രാജൻ ജോസഫ് വെല്ലുവിളിച്ചിട്ട് 24 മണിക്കൂറിലേക്ക് അടുക്കുകയാണ്. രാജൻ ജോസഫിന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ഷാഫി പറമ്പിൽ അദ്ദേഹത്തിനെ പരസ്യമായി സോഷ്യൽ മീഡിയയിലൂടെയും പോരാത്തതിലും അദ്ദേഹം ചെയ്യുന്ന പ്ലാറ്റ്ഫോമിലിരുന്ന് ഒരു വെല്ലുവിളി, അതായത് ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും ന്യായീകരിച്ചുകൊണ്ട് വന്നാൽ നിന്റെ കച്ചവടം ഞാൻ പൂട്ടിയിരിക്കുമെന്നുള്ളതാണ് ആ വെല്ലുവിളിയുടെ സാരം. ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ മിണ്ടുന്നില്ല എന്നത് അടിമുടി ദുരൂഹമായി മാറുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടമല്ല, അദ്ദേഹത്തിന്റെ ബോസ് ആയിട്ടുള്ള ഷാഫി പറമ്പിലും ചില ഇക്കിളിക്കാര്യങ്ങളിൽ വീക്ക്നെസ് ഉണ്ടോ എന്നുള്ള സംശയം കൂടുതൽ ബലപ്പെടുകയാണ്. അതിന് കാരണമായിട്ടുള്ള ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. രാജൻ ജോസഫിനെ എല്ലാവർക്കും അറിയാം. ഈ രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായി പ്രതികരിക്കുകയും ഇരുവരുടെയും ചില സ്വകാര്യതകളെ കുറിച്ചൊക്കെ വെളിപ്പെടുത്തുകയും ചെയ്ത വ്യക്തിയാണ്. അയാൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കുറിച്ച പോസ്റ്റ് ഇങ്ങനെയാണ്: ഷാഫി പറമ്പിലിനോട് ഒട്ടും ബഹുമാനമില്ലാതെ ക്ഷമയുടെ നെല്ലിപ്പലകയിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്ന ഒരക്ഷരം നിന്നിൽ നിന്ന് വന്നാൽ ചീട്ട് കീറിച്ചിരിക്കും. അവനെതിരെ പ്രതികരിക്കാൻ നിനക്ക് കഴിയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ മര്യാദയ്ക്ക് നിശബ്ദത പാലിക്കാൻ ശ്രമിക്കുക. ഉപദേശമാണ്. ഉപദേശം തിരസ്കരിക്കപ്പെട്ടാൽ ഊക്കാനും നന്നായി അറിയാം. ഭീഷണിയോ കീഷണിയോ ഏഷണിയോ ഒന്നുമല്ല. പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിന്റെ മുഖം മൂടി വലിച്ചു കീറണമെന്ന് നിർബന്ധ ബുദ്ധി ഇപ്പോൾ എനിക്കില്ല. അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കരുത്. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്തിരിക്കും. ഞാൻ ചുമ്മാ കണകുണ പറയില്ലെന്ന് നിനക്കറിയാമല്ലോ. നീ ആരാണെന്നും എന്താണെന്നും ഒക്കെ എനിക്ക് കൃത്യമായി അറിയാം. അത് എന്തൊക്കെയാണെന്ന് തൽക്കാലം ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു വാക്ക് സ്ക്രീൻ ചെയ്ത് വായിക്കാൻ: ഡാഷ് പേറിയതിന്റെ നാറ്റം എപ്പോഴും നിന്നിലുണ്ട്. കൂടുതൽ നാറ്റാനും നാറ്റിക്കാനും നിൽക്കരുത്. മേലാൽ മറ്റേടത്തെ ന്യായീകരണവുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടരുത്. കൂട്ടത്തിൽ സ്വന്തം പാർട്ടിക്കകത്ത് അനാവശ്യമായി ചീപ്പ് പൊളിറ്റിക്കൽ ഗെയിം കളിക്കരുത്. മാനമില്ലാത്ത നിന്നെ എനിക്കെതിരെ മാനനഷ്ട കേസോ ക്രിമിനൽ കേസോ കൊടുക്കാൻ വെല്ലുവിളിക്കുന്നു. ഇറ്റ്സ് മൈ ലാസ്റ്റ് വാർണിംഗ് ടു യു ബ്രോ, മൈൻഡ് ഇറ്റ്. ഇതാണ് രാജൻ ജോസഫിന്റെ വെല്ലുവിളി. സ്വാഭാവികമായിട്ടും ഒന്നും ഒളിക്കാനില്ല എന്ന് അവകാശപ്പെടുകയും കോൺഗ്രസുകാരുടെ ഹീറോ ആയി വാഴ്ത്തപ്പെടുന്ന ഷാഫി എന്തുകൊണ്ട് ഇത്തരം ഒരു വെല്ലുവിളിയെ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല? എന്തെങ്കിലും കാര്യങ്ങൾ ഒളിപ്പിക്കാറുണ്ടോ? മുഖം മൂടി വലിച്ചു കീറും. നിന്റെ പല കാര്യങ്ങളും പുറത്തേക്ക് വരും. മിണ്ടിപ്പോകരുത്, ഇനി ഈ വിഷയത്തിൽ നീ ശബ്ദിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അതേപടി ഷാഫി അവലംബിച്ചിട്ടുണ്ടെങ്കിൽ, വായി തുറക്കുന്നില്ലെങ്കിൽ, നിശബ്ദമായി അദ്ദേഹം കർട്ടന് പിന്നിലേക്ക് പോയെങ്കിൽ എന്തൊക്കെയോ നിഗൂഢമായ രഹസ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഷാഫിക്ക് പിന്നിലുമുണ്ട്. അതൊക്കെ ചോർന്ന് വെളിയിൽ പോയിരിക്കുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടം കുടുങ്ങുന്നു എന്ന് മനസ്സിലായിക്കൊണ്ട് ഇരുവരുടെയും സുഹൃത്തായിട്ടുള്ള രാജൻ ജോസഫിന് അത്തരം കാര്യങ്ങൾ ഇവർക്കിടയിൽ നിന്ന് ചോർത്തി കൊടുക്കപ്പെട്ടോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ്. അല്ലാതെ ജനപ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തിയെ പരസ്യമായി വെല്ലുവിളിച്ചതിന് ശേഷം എനിക്കെതിരെ മാനനഷ്ട കേസോ അല്ലെങ്കിൽ ക്രിമിനൽ കേസോ കൊടുക്കാൻ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അത് അദ്ദേഹം സ്വന്തം പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്ന വീഡിയോയിലും വിളിച്ചു പറയുമ്പോൾ ഒരു MP അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുകയും അല്ലെങ്കിൽ MP നേരിട്ട് അറിയാവുന്ന വ്യക്തി എന്നുള്ളതിലേക്ക് ആ വിഷയത്തിൽ മൗനം അവലംബിക്കുന്നുണ്ടെങ്കിൽ പല ദുരൂഹതകളും പുറത്തു വരാനുണ്ട് എന്ന് വെളിപ്പെടുകയാണ്. അല്ലെങ്കിൽ ഒരു MP കയറി ഒരു സാധാരണ പൗരനോ ഒരു യൂട്യൂബർ ബ്ലോഗർക്കോ ഇങ്ങനെയൊന്നും വെല്ലുവിളിക്കാൻ കഴിയില്ല. വെല്ലുവിളിക്കാൻ തക്ക കാര്യങ്ങൾ തന്റെ കൈവശമുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യം ഷാഫിക്ക് കൂടി ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് അതിനു നേരെ മൗനം പാലിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല, ഷാഫി പറമ്പിൽ സഞ്ചരിച്ച വഴികളും അശ്ലീലമായിരുന്നു. അത് സമൂഹത്തിന്റെ മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ മറ്റൊരു പൊളിറ്റീഷ്യന്റെ രാഷ്ട്രീയ ഭാവി കൂടി അസ്തമിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ചിലരുടെ കൈവശത്ത് എത്തിയിരിക്കുന്നു എന്ന് കൃത്യമായി സംശയപ്പെടുത്തുന്നതാണ് രാജൻ ജോസഫിന്റെ പ്രതികരണവും. അതിനു പിന്നാലെ 24 മണിക്കൂർ എടുക്കുമ്പോൾ ആ വിഷയത്തിൽ ഒരക്ഷരം ഉരിയാടാതെ നിശബ്ദത പാലിക്കുന്ന ഷാഫി മോന്റെ ആ മൗനം കൂടുതൽ ദുരൂഹമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല.